ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. പ്രോസിക്യൂഷന്റെ വാദം പൂർണ്ണമായും അംഗീകരിച്ചു. അതായത് പ്രോസിക്യൂഷൻ എന്താഗ്രഹിച്ചോ അത് തന്നെയാണ് ഈ കോടതി വിധിയിലുള്ളത് എന്നതാണ്. പ്രോസിക്യൂഷൻ കേസ് ഫ്രെയിം ചെയ്തത് അതേ രീതിയിൽ തെളിവുകളടക്കം സമർത്ഥിച്ച് അത് അതേ രീതിയിൽ കോടതിയെ കൊണ്ട് അംഗീകരിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് ഏറ്റവും പരമാവധി ശിക്ഷ വിധിക്കപ്പെടുന്നത്. 20 ലക്ഷം രൂപയാണ് ഈ പ്രതി ചെന്താമര പിഴയൊടുക്കേണ്ടത്. ഈ തുക കണ്ടെത്താൻ വീട് വിറ്റായാലും പണം കണ്ടെത്തണമെന്ന കോടതി നിരീക്ഷണം കൂടിയുണ്ട്. അത് കുടുംബത്തിന് വീതിച്ചു കൊടുക്കുകയും വേണം. സുധാകരൻ്റെ മക്കൾക്കും ഒപ്പം തന്നെ സുധാകരൻ്റെ സഹോദരന്മാർക്കുമടക്കം തുക വീതിച്ചു കൊടുക്കാനുള്ള വിധി കൂടി കോടതിയിൽ ഉണ്ടാകുന്നു. ഒപ്പം 2 പ്രധാനപ്പെട്ട കണ്ടെത്തൽ കൂടിയുണ്ട്. ഒന്ന്, പ്രതിഭാഗം ChatGPT സഹായത്തോടു കൂടി ഈ ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്ത് കോടതിയിൽ എത്തിച്ചു. അതും കണ്ടെത്തപ്പെടുന്നു. ഒപ്പം പോലീസിൻ്റെ തയ്യാറെടുപ്പുകൾ മോക്ക് ഡ്രില്ലായി ഈ കോടതി ട്രയൽ പോലും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് പോലീസിൻ്റെ ഒരു രീതി ആ രീതിയിൽ പോലും കൃത്യമായി പഴുതടച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നതാണ്. ആദ്യ കേസിൽ ചെന്താമരയ്ക്ക് ജാമ്യം കിട്ടുകയും പുറത്തിറങ്ങുകയും ഒക്കെ ചെയ്ത് ഈ രണ്ടാമത്തെ കൊലയിലേക്ക് വരുമ്പോൾ പോലീസിൻ്റെ വലിയ പിഴവുകളാണെന്ന് അവിടെ ചൂണ്ടിക്കാട്ടിയത്. ഒന്ന്, ജാഗ്രത പെട്ടില്ല, മാത്രമല്ല കേസ് ഫ്രെയിം ചെയ്തെന്ന് കോടതിയിൽ എത്തിക്കാനുണ്ടായ കാലതാമസം, ഇങ്ങനെയുള്ള പല കാരണങ്ങളൊക്കെ പോലീസ് വീഴ്ചകളായി പറഞ്ഞെങ്കിൽ രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രോസിക്യൂഷൻ സംവിധാനം, പോലീസും നിയമ സംവിധാനങ്ങളും ഒരുങ്ങുന്ന ഈ പ്രോസിക്യൂഷൻ സംവിധാനം പഴുതുകൾ അടച്ച് തയ്യാറെടുത്തു. അതുതന്നെയല്ലേ വ്യക്തമാക്കപ്പെടുന്നത്? സജിത്ത്, തീർച്ചയായും പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള അന്വേഷണം അത് പഴുതുകൾ അടച്ചുകൊണ്ടുള്ളതായിരുന്നു. കോടതിയിൽ എന്തെല്ലാം ചോദ്യങ്ങൾ വരും, ഏതെല്ലാം തരത്തിൽ ഇയാൾക്ക് ലൂപ്പ് ഹോൾ ഉണ്ടായിരിക്കും, എന്തെല്ലാം കാര്യങ്ങളിൽ പ്രതിഭാഗം ഏത് തരത്തിലായിരിക്കും പ്രതിഭാഗം ഈ വാദങ്ങൾ ഉന്നയിക്കുക എന്നതൊക്കെ തന്നെ പോലീസ് മുൻകൂട്ടി കണ്ട് പോലീസ് തന്നെ ഡമ്മി ട്രയൽ നടത്തിയിരുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അതായത് അത്രയും പ്രിപ്പയർഡ് ആയിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 4 സാക്ഷികൾ കൂറുമാറുമെന്ന ഒരു ബോധ്യം പോലീസിന് ഉണ്ടായിരുന്നു. അവരുടെ ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകം നടക്കുന്ന സമയത്ത് അവരുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് മൊബൈൽ കേന്ദ്രീകരിച്ച് ഗൂഗിൾ മാപ്പ് വഴി ട്രേസിംഗ് നടത്തി ആ കൃത്യം നടക്കുന്ന സമയത്ത് ഇവർ ഇന്ന സ്ഥലത്തായിരുന്നു എന്ന് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് പോലീസ് തെളിവുകൾ ഹാജരാക്കിയിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് കൂറുമാറുമെന്ന് ധാരണയിൽ തന്നെ പോലീസ് അതിന് മുന്നൊരുക്കം നടത്തി അതിനെ പ്രതിരോധിക്കാൻ തയ്യാറെടുത്തിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഒന്നാമതായി എടുത്തു പറയേണ്ടത്. 2, പ്രതിഭാഗം ChatGPT ഉപയോഗിച്ച് AI ഉപയോഗിച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കി അത്രയും കൃത്യതയാർന്ന തരത്തിൽ ഈ ഒരു വിഷയത്തിൽ പ്രതിരോധിക്കുമെന്ന് പോലീസിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. അത് മുൻകൂട്ടി കണ്ട് ഡമ്മി ട്രയൽ വരെ പോലീസ് ഇക്കാര്യത്തിൽ നടത്തിയിരുന്നു. അതായത് ഒരു ഈച്ച പോലും മാറി പറക്കാത്ത തരത്തിൽ കൃത്യമാർന്ന തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും അന്വേഷണം നടന്നു. അതിന്റെ കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും അതേ നടപടികൾ പൂർത്തീകരിച്ചു. അതായത് ഒരു തരത്തിലും ഒരു വീഴ്ചയും എവിടെയും ഉണ്ടാകരുത് എന്ന ബോധ്യം പോലീസിനുണ്ടായിരുന്നു എന്ന് തന്നെ വേണം ഈ വിധി ന്യായത്തിന് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇത്രയും കാര്യങ്ങൾ വിശദമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപൂർവങ്ങളായ കേസായിട്ട് നെന്മാറയിലെ ഈ ഇരട്ടക്കൊലപാതകം പോലീസിന്റെ കോടതി വിലയിരുത്തുന്നതിൽ പ്രധാന പങ്ക് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉള്ള ഈ പ്രോസിക്യൂഷന്റെ ഈ റിപ്പോർട്ടിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കൃത്യമാർന്ന റിപ്പോർട്ട്, അതായത് കൃത്യമായ ആസൂത്രണത്തിലൂടെ മുൻവിധിയോടെ കൃത്യമായി പോലീസ് ഇക്കാര്യത്തിൽ നടപടിയെടുത്തു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ചെന്താമരയ്ക്ക് ലഭിച്ച ഈ തൂക്കുകയർ. ഇനി അറിയാനുള്ളത് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണമാണ്. അതേപോലെ ചെന്താമരയെ എപ്പോൾ കോടതി മുറിയിൽ നിന്നും പുറത്തിറക്കുമെന്നും അറിയാനുണ്ട്. നമ്മൾ അതിനായുള്ള കാത്തിരിപ്പിലാണ്. സജിത്ത്, ചെന്താമരയെ പുറത്തേക്ക് ഇറക്കുമ്പോൾ പ്രതികരണങ്ങൾ തേടുന്നു. എന്ത് പ്രതികരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. കോടതി നടപടിക്രമങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. എന്തായാലും കോടതിയിൽ ഇന്ന് നടന്ന നീക്കങ്ങളെല്ലാം പ്രോസിക്യൂഷന് അനുകൂലമായിരുന്നു. പ്രോസിക്യൂഷൻ 2 വിഭാഗങ്ങളാണോ, കേസ് അന്വേഷണവും ഒടുവിൽ കുറ്റപത്രം ഫ്രെയിം ചെയ്ത് കോടതിയിൽ എത്തിക്കുന്നതുവരെ പോലീസും, മറ്റൊന്ന് സർക്കാരിൻ്റെ ഭാഗമായ അഭിഭാഷകരുടെ സംഘവുമാണ്. കോടതിക്ക് മുന്നിൽ ഈ കുറ്റപത്രം കൃത്യമായി സമർത്ഥിക്കുകയും ഒടുവിൽ പരമാവധി ശിക്ഷ പ്രതിക്ക് വാങ്ങിച്ചു നൽകുകയും ചെയ്യേണ്ടത് പ്രോസിക്യൂഷൻ അഭിഭാഷകരുടെ ചുമതല കൂടിയാണ്. അതാണ് നിർവഹിക്കപ്പെടുന്നത്. അല്പസമയം മുമ്പ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രതികരണം നമ്മൾ കേട്ടതെങ്കിൽ ഇനി പ്രോസിക്യൂഷൻ ഇതിൻ്റെ നിയമവശങ്ങൾ കൂടി വ്യക്തമാക്കപ്പെടുമെന്ന് കരുതാം. എന്തായാലും ഈ കേസിൽ പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കപ്പെടുകയായിരുന്നു കോടതിയിൽ നിന്നും ഉണ്ടാവുന്നത്. ആ കുടുംബത്തിൻ്റെ, സുധാകരൻ്റെയും സജിതയുടെയും കുടുംബത്തിൻ്റെയും ആ പെൺകുട്ടികളുടെയൊക്കെ പ്രതികരണം കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും അവരുടെ കൂടി പ്രതികരണം പ്രതീക്ഷിക്കാം. കാരണം അവർ ആഗ്രഹിച്ച ശിക്ഷയാണ് കോടതിയിൽ നിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ നീതി നടപ്പിലായി കഴിഞ്ഞോ എന്ന ചോദ്യം കൂടിയാണ് ഉണ്ടാകുന്നത്.
ഇനി ഇതിൻ്റെ തുടർ നിയമനീക്കങ്ങളും സാധ്യതകളുമൊക്കെ സങ്കീർണമാണ്. അതും കാത്തിരിക്കേണ്ടതുണ്ട്. എന്തായാലും വിചാരണ കോടതിയിൽ നിന്നും നീതി കിട്ടുന്നു. ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷ നൽകുന്നു. ചെന്താമര കോടതി വിധിയോട് എന്ത് പ്രതികരണം നടത്തും? എങ്ങനെ and the investigation also was very in a systematic manner. The prosecution was very helpful. That's why such a punishment was awarded by the court. കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ കേസ് പ്രോസിക്യൂഷന് നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് പൊതുവിൽ വലിയ തരത്തിലുള്ള ആശ്വാസം നൽകുന്നതാണ്, അഭിമാനം നൽകുന്നതാണ്. കാരണം അവർ ആ രീതിയിൽ ഫ്രെയിം ചെയ്ത കേസ് അങ്ങനെ പൂർണ്ണമായി അംഗീകരിക്കപ്പെടുകയാണ് തന്നെയാണ് കോടതിയിൽ ഉണ്ടായിരുന്നത്. ചെന്താമരയ്ക്ക് തൂക്കുകയർ ഉറപ്പാക്കുന്നു. ഇനി ആ കുടുംബത്തിൻ്റെ പ്രതികരണം കൂടി പുറത്തു വരണം. ഒപ്പം ചെന്താമര എന്ന കൊടും ക്രിമിനൽ, ഇതുവരെ ഒരു കുറ്റബോധത്തിൻ്റെ ലാഞ്ചന പോലും പ്രകടിപ്പിക്കാത്ത ചെന്താമര കോടതിയിലെടുത്ത അതേ നിലപാട് ഈ പരമാവധി ശിക്ഷാവിധിക്ക് ശേഷം പറയുമോ, പ്രതികരിക്കുമോ, എന്താണ് പറയാൻ പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന വ്യക്തിയാണ് നിലവിൽ തന്നെ ചെന്താമര. ആ ചെന്താമരയാണിപ്പോൾ പോത്തുണ്ടിയിലെ സുധാകരൻ്റെയും ലക്ഷ്മിയുടെയും കൊലപാതകത്തിൽ തൂക്കുകയറ് വിധിക്കപ്പെടുന്നത്. ഈ ശിക്ഷാവിധിയോട് എന്താണ് പ്രതികരണം? കോടതി പരിസരമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വലിയ ആൾക്കൂട്ടമാണ് കോടതി പരിസരത്തുള്ളത്. കാരണം ഈ ശിക്ഷ, ഈ നെന്മാറയിലെ ഇരട്ടക്കൊലപാതകം, നെന്മാറ കേസ്, നെന്മാറയിലെ ചെന്താമരയുടെ ഈ ഇരട്ടക്കൊലപാതക കേസ് കേരളം ഒന്നാകെ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് എന്താണ് ഈ കോടതി വിധിയിൽ ഉണ്ടാവുന്നത്, എന്താണ് കോടതി വിധിക്കാൻ പോകുന്ന ശിക്ഷ, ഇത് കാത്തിരിക്കുകയാണ് കേരളം. ഇതാ ചെന്താമരയെ കോടതിയിലേക്ക് കയറ്റിക്കൊണ്ടുപോയ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്, ഇന്ന് രാവിലെ. അപ്പോൾ ഒരു പ്രതികരണവുമില്ല, ഒരു കൂസലുമില്ല. കൈവിലങ്ങണിഞ്ഞ് കോടതി വിധി കേൾക്കാനായി കയറിപ്പോയ ചെന്താമര വധശിക്ഷ എന്ന വിധിക്ക് ശേഷം എങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരും, എന്ത് പ്രതികരണം നടത്തും എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാണ് ഉണ്ടാവുന്നത്. ആ വിധിക്ക് ആ പ്രതികരണം കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. അല്പസമയത്തിനുള്ളിൽ കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയായ ചെന്താമരയെ ജയിലിലേക്ക് തിരികെ കൊണ്ടുപോകും. അപ്പോൾ അത് സംബന്ധിച്ച പ്രതികരണം ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. കൈവിലങ്ങണിഞ്ഞ് പ്രതി ചെന്താമര കോടതിയിലേക്ക് രാവിലെ വന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. CV അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, കൂടുതൽ കോടതി വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ടോ? പ്രോസിക്യൂഷൻ ഈ കോടതി വിധിയോട് ഏത് തരത്തിൽ പ്രതികരിക്കുന്നു? അഭിഭാഷകരുടെ പ്രതികരണങ്ങൾ കിട്ടിത്തുടങ്ങുമോ നമുക്ക്? സജിത്ത്, പ്രോസിക്യൂഷനെ സംബന്ധിച്ചവർ മുന്നോട്ട് വെച്ച വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചതിന്റെ ആത്മവിശ്വാസമാണ് പ്രോസിക്യൂഷനുള്ളത്. അതായത് കോടതിയിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച ഓരോ കാര്യങ്ങളും പഴയ കേസിന്റെ തുടർച്ചയാണിതെന്ന വാദം, അതുപോലെ തന്നെ ഇയാൾക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങളില്ല എന്നുള്ള വാദം, ഇത് ആസൂത്രിതമായ കൊലപാതകമാണെന്ന വാദം, ഇതെല്ലാം തന്നെ അക്കമിട്ട് നിരത്തിയ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അംഗീകരിച്ചുള്ള വിധിയാണ് വന്നിരിക്കുന്നത്. അതായത് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ പൂർണ്ണമായിട്ടും കോടതി അംഗീകരിച്ചു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിഭാഗം മുന്നോട്ട് വെച്ച പ്രായത്തിന്റെ ആനുകൂല്യമെന്ന വാദം, അതുപോലെ ഇയാൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്ന കാര്യം, മുൻപത്തെ കേസിലെ ശിക്ഷാവിധിയും അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെടുത്തുന്നത്, ഇതൊക്കെ തന്നെ കോടതി തള്ളിക്കളഞ്ഞു. അതായത് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ഒരു ലീക്ക് പ്രൂഫായിട്ടുള്ള ഒരു കുറ്റപത്രം സമർപ്പിച്ച് അത് കോടതിക്ക് മുമ്പിൽ അത് തെളിയിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പോലീസിന്റെ പങ്ക് എടുത്തു പറയേണ്ടതുണ്ട്. ഒരു തരത്തിലും ഒരു വീഴ്ചയും വരാതെ കൃത്യമായ ആസൂത്രണത്തിലൂടെ ശാസ്ത്രീയമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സാങ്കേതിക സംവിധാനങ്ങളുടെ കൃത്യമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയത് എന്ന് നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതായത് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.